ന്യൂസ് ബുള്ളറ്റിൻ പ്രധാന വാർത്തകൾ. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. PV അൻവറിന്റെ മലപ്പുറം മോതായിലെ വീട്ടിലും സഹായി സിയാദിന്റെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. ശബരിമല തീർത്ഥാടനത്തിലെ തിരക്ക് നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ദേവസ്വം മന്ത്രി VN വാസവൻ പമ്പ അവലോകനം യോഗം വിളിച്ചു. വാർത്തകൾ വിശദമായി. തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറിന്റെ മലപ്പുറം മോതായിലെ വീട്ടിലും സഹായി സിയാദിന്റെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ഒരേ ഈട് നൽകി കോടികൾ വായ്പയെടുത്തെന്ന പരാതിയിലാണ് അന്വേഷണം. ഇന്നലെ 6 മണിയോടെയാണ് അൻവറിന്റെ സഹായി സിയാദിന്റെ വീട്ടിലേക്ക് ED സംഘം എത്തിയത്. ആദ്യം അവിടെയായിരുന്നു റെയ്ഡ്. തൊട്ടു പിന്നാലെ തന്നെ അൻവറിന്റെ വീട്ടിലേക്കും പരിശോധന വ്യാപിപ്പിച്ചു. അൻവറിന്റെ വീട്ടിൽ പരിശോധന പുരോഗമിക്കുകയാണ്. ഇതിനു പുറമെ അൻവറിന്റെ മറ്റ് സ്ഥാപനങ്ങളിലേക്കും തിരച്ചിലുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് മഞ്ചേരിയിലെ സ്ഥാപനങ്ങളാണ്. അവിടെയും ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ്. 2015 കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് അൻവർ 2 സ്ഥാപനങ്ങളിൽ നിന്നായി 12 കോടി രൂപ കടമെടുത്തിരുന്നു. ഒരേ സ്ഥലം ഈടുവെച്ചാണ് ഈ 2 കടം എടുത്തത്. ആ സമയത്ത് CPMന്റെ കൂടെ ചേർന്ന് MLA ആയി നിൽക്കുന്ന സമയമായിരുന്നു. ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ സ്വാധീനിച്ച് ഗൂഢാലോചന നടത്തിയാണ് കടമെടുത്തത് എന്ന പരാതി കൊല്ലത്തെ ഒരു പ്ലാന്റർ വ്യവസായി നൽകിയിരുന്നു. വിജിലൻസിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അതേ കേസിൽ ഇപ്പൊ EDയുടെ അന്വേഷണവും നടക്കുന്നത്. കടമെടുത്ത കമ്പനികളുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘത്തിന്റെ പുരോഗതിയിൽ ഉണ്ട്. നിലവിൽ ED റെയ്ഡ് പുരോഗമിക്കുകയാണ്. ശബരിമല തീർത്ഥാടനത്തിലെ തിരക്ക് നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ദേവസ്വം മന്ത്രി VN വാസവൻ പമ്പയിൽ അവലോകന യോഗം വിളിച്ചു. നാളെ രാവിലെ 10:30 ചേരുന്ന യോഗത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ, മറ്റ് ഭാരവാഹികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. നാളെ രാവിലെ 10:30 ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ പമ്പയിൽ വെച്ച് ഈ യോഗം ചേരുക. നിലവിലെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഇനി എന്തൊക്കെ നിയമങ്ങൾ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇതിൽ ചർച്ച ചെയ്യുക. ദേവസ്വം മന്ത്രിയോടൊപ്പം തന്നെ മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഈ യോഗത്തിന് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത് വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ്. മാത്രവുമല്ല, മാധ്യമങ്ങൾക്കൊന്നും തന്നെ പ്രവേശനമില്ല എന്നൊരു കാര്യം കൂടിയാണ് ഇതിനോടകം തന്നെ അറിയുന്നത്. ശബരിമല തീർത്ഥാടനം തുടങ്ങിയതിനു ശേഷമുള്ള വളരെ നിർണായകരമായ ഒരു യോഗം തന്നെയായിരിക്കും ഇത്. കാരണം ഇപ്പോഴത്തെ ശബരിമല തീർത്ഥാടകരുടെ നിലവിലെ സിറ്റുവേഷൻ നമുക്ക് അറിയാവുന്നതാണ്. വളരെ പരിതാപകരമായ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ അതിനെല്ലാം ഒരു മാറ്റം വരാൻ ഈ വൈകിയ വേളയിൽ ചേരുന്ന ഈ യോഗത്തിലൂടെയെങ്കിലും സാധിക്കുമെന്ന പ്രതീക്ഷയിലാണുള്ളത്. ഫോർട്ട് കൊച്ചിയിൽ ചീനവലയുടെ തട്ട് തകർന്ന് 7 വിദേശ സഞ്ചാരികൾ കായലിൽ വീണു. രാവിലെ 10 മണിയോടെ ഉണ്ടായ അപകടത്തിൽപ്പെട്ട എല്ലാവരെയും സമീപവാസികൾ ചേർന്ന് രക്ഷപ്പെടുത്തി. ഇന്ന് രാവിലെ ഏകദേശം 10 മണിയോടെയാണ് ഫോർട്ട് കൊച്ചിയിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ചീനവല വലിക്കുന്നതിനായി അവിടെ വരുന്ന യാത്രക്കാരെ കയറ്റുന്ന ഒരു പതിവുണ്ട്. എന്ത് തന്നെയായാലും അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയതിനു ശേഷമായിരിക്കും ഇത്തരത്തിൽ അവരവിടെ പ്രവേശിപ്പിക്കുന്നത്. ഇങ്ങനെ കയറിയ വിദേശികളായ ആളുകളാണ് ഇപ്പോൾ വെള്ളത്തിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവർ 7 പേരായിരുന്നു. ഇവർക്ക് നിലവിൽ സാരമായ പരിക്കുകൾ ഒന്നും തന്നെയില്ല. ഇവർ വെള്ളത്തിൽ വീണതിനെ തുടർന്ന് ഈ വാഗ്വേയിലൂടെ നടന്ന ആളുകളും അതുപോലൊപ്പം തന്നെ പ്രദേശവാസികളും കൂടിയാണ് ഇവരെ രക്ഷാപ്രവർത്തനം നിർവഹിച്ചത്. അവർക്ക് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്നൊരു ആശ്വാസകരമായ വാർത്ത കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഒരുപക്ഷെ ആളുകളുടെ എണ്ണം കൂടിയതിനാലാകാം 7 പേരായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. അല്ലായിരുന്നാൽ ഇതിന്റെ കാലപ്പഴക്കം കൂടിയാകാം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. പാരീസിലെ ദ ഡ്രവിൻ വാക്സ് വർക്ക് മ്യൂസിയത്തിലേക്കാണ് ഇപ്പോൾ ലോക ശ്രദ്ധ. 1997 മൺമറഞ്ഞ ഡയാന രാജകുമാരിയുടെ മെഴുക് പ്രതിമയാണ് മ്യൂസിയത്തിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. റിവഞ്ച് ഡ്രസ്സിലെ ഡയാന രാജകുമാരിയെ കാണാൻ സന്ദർശകരുടെ തിരക്കാണ് മ്യൂസിയത്തിൽ. യൂറോപ്പിലെ ഏറ്റവും പഴക്കമുള്ള ഗ്രവിൻ മ്യൂസിയത്തിൽ ചാൾസ് മൂന്നാമന്റെയും ക്യൂൻ എലിസബത്തിന്റെയും ഒക്കെ മെഴുകു പ്രതിമകൾ ഉണ്ടെങ്കിലും 1997 മരണപ്പെട്ട ഡയാനയുടെ മെഴുകു പ്രതിമ ഉണ്ടായിരുന്നില്ല. ശ്രദ്ധേയമായ ഒരു അസാന്നിധ്യമായിരുന്നു ഡയാന. അതിനാണിപ്പോൾ വിരാമമായിരിക്കുന്നത്. ഇന്ദ്രനീല കണ്ണുകളും സ്വർണ്ണമുടിയും സൗമ്യമായ ചിരിയുമായി മനുഷ്യരെ വേർതിരിവുകൾക്കപ്പുറം ചേർത്ത് നിർത്തുന്ന ചാൾസ് കുടുംബത്തിലെ ഈ കണ്ണി മുൻപിൽ വന്ന് നിൽക്കുന്നത് പോലെയാണ് ഈ മെഴുകു പ്രതിമ. 1994 ഒരു പൊതു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന അതേ രൂപത്തിലാണ് ശില്പി ക്രിസ്ത്യാനിയോ സാംപോളിയ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്.
അന്ന് ധരിച്ചിരുന്ന ഒരു റിവഞ്ച് ഡ്രസ്സായിരുന്നു ഈ രൂപത്തിന് നൽകിയിരിക്കുന്നത്. ഡയാനയുടെ ജീവിതത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു ആ കറുത്ത വസ്ത്രം. പിന്നീട് ചുരുങ്ങിയ കാലയളവിൽ തന്നെ ലോക പ്രശസ്തി നേടിയ ഡയാന എന്നും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. പിന്നീട് അവരെ ലോകം അറിയപ്പെട്ടത് സാമൂഹിക സേവനങ്ങളുടെ പേരിലായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഡയാനയുടെ വിയോഗം സംഭവിച്ചു. 1997 ഓഗസ്റ്റ് 31 36 വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു. നീണ്ട കാലയളവിനു ശേഷം ഡയാന മ്യൂസിയത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്ക്, ഗ്ലോബോൺ. ചെന്നൈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുകാടുകൾ നിർമ്മിച്ച് ന്യൂജൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, മലയാളിയായ മിക്കി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റ് ആവടി, ഷോളികനല്ലൂർ ഉൾപ്പെടെ 10 ഇടങ്ങളിൽ ഇതിനോടകം നാട്ടുമരങ്ങൾ വെച്ചുപിടിപ്പിച്ച് കാടുകൾക്ക് തുടക്കമിട്ടു. ന്യൂജൻ നോളജ് വർക്ക്സ് എന്ന കമ്പനിയുടെ CSR പദ്ധതിയുമായി ആരംഭിച്ച ഈ സംരംഭം പിന്നീട് ന്യൂജൻ നന്ദവനം ചാരിറ്റബിൾ ട്രസ്റ്റായി മാറുകയായിരുന്നു. ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ സഹായിക്കുമ്പോൾ ഒരു മരം നടുന്നതായിരുന്നു ന്യൂജൻ നോളജ് വർക്ക്സിന്റെ രീതി. പിന്നീട് ന്യൂജൻ നന്ദവനം ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചതോടെ ചെറുകാടുകൾ നിർമ്മിക്കുവാൻ തുടങ്ങി. മലയാളിയായ മിക്കി ജോസഫാണ് ഇതിന് നേതൃത്വം നൽകിയത്. 10 ഇടങ്ങളിൽ ഇത്തരത്തിൽ കാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ സഹകരണത്തോടെയാണിത്. ഷെലീഗനെല്ലൂർ നീർക്കുമ്പിളത്ത് 16 ഏക്കർ കാടാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് മിക്കിയും സംഘവും ഇപ്പോൾ. നാട്ടുമരങ്ങളാണ് ഇതിൽ പ്രധാനമായും വെക്കുന്നത്. സഹായത്തിന് ഒപ്പം ഉപദേശത്തിനുമായി പ്രൊഫസർ നരസിംഹം കൂടെയുണ്ട്. പൂർണ്ണ പിന്തുണയുമായി സർക്കാരും ഒപ്പമുണ്ട്. 5 വർഷത്തേക്കാണ് ഗവൺമെന്റുമായി കരാർ. ഭാവിയിൽ ടൂറിസം ഉൾപ്പെടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പ്രൊജക്ട് ഉൾപ്പെടെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ന്യൂസ് ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.